വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായതാണ്. എന്നാൽ ഔപചാരികമായ ഉദ്ഘാടനം മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. അതാണിപ്പോൾ നടക്കാൻ പോകുന്നതും. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വൈകിയിരുന്നതും. വാണിജ്യ ആവശ്യങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 250-ലധികം കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തിയിരുന്നു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്രവും സംസ്ഥാന സർക്കാരും പരിഹരിച്ചതോടെയാണ് ഔപചാരികമായ ഉദ്ഘാടനത്തിനായി ഇപ്പോൾ തീയതി നിശ്ചയിച്ചിരിക്കുന്നതും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ തുറമുഖം വാണിജ്യ ആവശ്യങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. രാജ്യത്തിന്റെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ തുറമുഖമായാണ് വിഴിഞ്ഞം കമ്മീഷനിംഗ് ചെയ്തിരിക്കുന്നതും. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വിഹിതമായി തുറമുഖത്തിന്റെ കമ്മീഷണർ ആയ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 817.80 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് നൽകേണ്ടത്. അതുപോലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ 20% വിഹിതം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകേണ്ടത്. കഴിഞ്ഞ മാർച്ചിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം തുറമുഖ വികസനത്തിന്റെ 2-3 ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതി നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളുകളിലെ ഒഴിവനുസരിച്ചാണ് മെയ് 2-നേക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നിശ്ചയിച്ചിട്ടുള്ളതും. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC തുർക്കി കഴിഞ്ഞയാഴ്ചയാണ് വിഴിഞ്ഞത്ത് എത്തിയതും. നിലവിൽ സാങ്കേതിക പരിശോധനകളൊന്നും തന്നെ കൂടാതെ കമ്മീഷനിംഗ് ചെയ്യാനാകുമെന്നതാണ് വിവരം ലഭ്യമാകുന്നതും. കമ്മീഷൻ ചെയ്ത ശേഷം മാത്രമാകും 817.8 കോടിയുടെ കേന്ദ്ര വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭിക്കുകയുള്ളൂ. കമ്മീഷൻ ചെയ്ത 10 വർഷത്തിനു ശേഷം സംസ്ഥാനത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങും. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായ വിഴിഞ്ഞത്ത് അറബിക്കടലിൽ നിർമ്മാണം നടന്നുവരുന്ന ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്ത് നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാത കടന്നുപോകുന്നു. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. മദർഷിപ്പുകളെ അടുപ്പിക്കുവാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ട് എന്ന് അറിയപ്പെടാറുണ്ട്. 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് 350 തൊട്ട് 450 മീറ്റർ നീളമുണ്ടാകും. ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ 60 മുതൽ 20 മീറ്റർ താഴ്ചയിലാവും കാണപ്പെടുന്നതും. കൂടുതൽ ആഴമുള്ള പോർട്ടുകളാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നതും. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ 20 മുതൽ 24 മീറ്റർ വരെ ആഴമുള്ളതിനാൽ തന്നെ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കുവാനുമാകും. ഈ കപ്പലുകളെ അടുപ്പിക്കാനാകുന്ന പോർട്ട് ആയതിനാൽ തന്നെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം കൊണ്ടുവരാൻ വിഴിഞ്ഞത്തിനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നതും. നിലവിൽ കൊളംബിയയിൽ ഒട്ടേറെ പോർട്ടുകളിൽ നിന്നുള്ള കപ്പലുകൾ എത്തുന്നതിനാൽ തന്നെ കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്കുമാറ്റത്തിനായി ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ട സ്ഥിതി വരുന്നുണ്ട്. ഇവയൊക്കെ ഒഴിവാക്കുവാനും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഈ പദ്ധതിയിലൂടെ തന്നെ സാധിക്കും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.